ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. പഴം കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത്തവണയും പഴം കൊണ്ട് തന്നെയാണ് ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പഴം പാലും അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടിയാണ്, നൈസ് പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഒരുപാട് പൊടി ചേർത്ത് കൊടുക്കേണ്ട, കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ല കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയിട്ട്, ഇല്ലെങ്കിൽ മാത്രം നമ്മൾ കുറച്ചും കൂടെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, വെള്ളമൊന്നും നമ്മൾ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അതുപോലെ ഒരുപാട് തിക്കായിട്ടുമല്ല നമ്മളുടെ മാവ് ഇരിക്കുന്നത്, കുറച്ചൊന്ന് സോഫ്റ്റായിട്ടാണ് ഇരിക്കേണ്ടത്. ഇതുപോലെ കുഴച്ചെടുത്തിട്ട് ബോൾസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിക്ക് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കത് പഴം ബോൾസ് ആവി പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 20 മിനിറ്റ് നമുക്കത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുകയൊക്കെ ചെയ്യുക. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പഴം ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു മിനുക്ക് പണിയും കൂടി എടുത്തേക്കാം. അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തെടുത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ബോൾസ് ഇട്ടിട്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടാതെ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉരുക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയ വീഡിയോസ് റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.